ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 18ാം ലോക്സഭയിൽ രാഷ്ട്രപതി നടത്തിയ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖസാക്കിസ്ഥാനിലെ അസ്താനയിൽ എത്തി. ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ മതചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 116 സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 11 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം. വാർത്തകൾ വിശദമായി. 18ാം ലോക്സഭയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു നടത്തിയ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. അതേസമയം ഇന്നലെ നന്ദിപ്രമേയം പാസാക്കിയ ശേഷം ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നീറ്റ് പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർച്ച വളരെ ഗൌരവതരമാണെന്നും ഇതിൽ ഉൾപ്പെട്ടവരെ രക്ഷപ്പെടാൻ അനുവദിക്കില്ലെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേസുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ നിരവധി അറസ്റ്റുകൾ രേഖപ്പെടുത്തിയെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോക്സഭയിൽ രാഷ്ട്രപതിയുടെ നന്ദിപ്രമേയ ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ഒന്നാമത് എന്ന നയമാണ് കേന്ദ്ര സർക്കാരിനെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനിടെ വിവിധ വിഷയങ്ങളിൽ പ്രതിപക്ഷം സഭയിൽ ബഹളം വെച്ചു. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച സ്പീക്കർ ഓം ബിർള സഭയുടെ മര്യാദ കാത്തുസൂക്ഷിക്കണമെന്ന് നിർദ്ദേശം നൽകി. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ രാഷ്ട്രപതിയുടെ അഭിസംബോധനയ്ക്ക് ശേഷം ലോക്സഭയിൽ ഇന്നലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പ്രസംഗത്തിലെ പരാമർശത്തിനെതിരെ ബിജെപി എംപി ബാൻസുരി സ്വരാജ് നോട്ടീസ് അയച്ചു. രാഹുലിന്റെ പ്രസംഗത്തിലെ ചില പരാമർശങ്ങൾ വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവും ആണെന്നും ഇക്കാര്യത്തിൽ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും നോട്ടീസിൽ വ്യക്തമാക്കുന്നു. അതേസമയം സഭാരേഖയിൽ നിന്ന് ഒഴിവാക്കിയ തന്റെ പ്രസംഗത്തിലെ പരാമർശങ്ങൾ പുനഃസ്ഥാപിക്കണം എന്ന് ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ലോക്സഭാ സ്പീക്കർ ഓം ബിർളയ്ക്ക് കത്ത് നൽകി. ഇന്ന് ആരംഭിക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഖസാക്കിസ്ഥാനിലെ അസ്താനയിൽ എത്തി. ഖസാക്കിസ്ഥാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി അദ്ദേഹത്തെ സ്വീകരിച്ചു. മധ്യേഷ്യയിൽ നയതന്ത്ര പങ്കാളിത്തം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഖസാക്കിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായി ശ്രീ ജയശങ്കർ ചർച്ച ചെയ്തു. ഷാങ്ഹായ് മേഖലയിലെ സുരക്ഷ, സാമ്പത്തിക സഹകരണം, ഐക്യം തുടങ്ങിയവ സംരക്ഷിക്കുക എന്നതാണ് ഇന്ത്യയുടെ മുഖ്യ പരിഗണനയെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. ഉത്തർപ്രദേശിലെ ഹാത്രാസിൽ മതചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 116 ഇതുവരെ 72 മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞതായി UP ചീഫ് സെക്രട്ടറി മനോജ് കുമാർ സിംഗ് പറഞ്ഞു. നിരവധി പേർക്ക് പരിക്കേറ്റു. മരിച്ചവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ്. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടു. ദുരന്തത്തിൽ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ദുഃഖം രേഖപ്പെടുത്തി. മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ വീതം ധനസഹായം നൽകും. ഛത്തീസ്ഗഡിലെ നാരായൺപൂർ ജില്ലയിൽ സുരക്ഷാ സേനയുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ 5 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. മഹാരാഷ്ട്ര അതിർത്തിയോട് ചേർന്ന വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ ഉണ്ടായത്. കൊഹ്കാമേട്ട പ്രദേശത്ത് മാവോയിസ്റ്റുകളുടെ സാന്നിധ്യമുണ്ടെന്ന വിവരത്തെ തുടർന്ന് നടത്തിയ തിരച്ചിലിനിടെ സുരക്ഷാ സേനയ്ക്ക് നേരെ മാവോയിസ്റ്റുകൾ വെടിയുതിർക്കുകയായിരുന്നു. അതേസമയം സുക്മ ജില്ലയിൽ നിന്ന് 9 മാവോയിസ്റ്റുകളെ അറസ്റ്റ് ചെയ്തു. ഒരു സ്ത്രീ ഉൾപ്പെടെ 2 പേർ ഇന്നലെ പോലീസിന് മുന്നിൽ കീഴടങ്ങി. 2024 ദേശീയ അധ്യാപക അവാർഡിന് അർഹരായ അധ്യാപകരിൽ നിന്ന് വിദ്യാഭ്യാസ മന്ത്രാലയം നോമിനേഷനുകൾ ക്ഷണിച്ചു. ഓൺലൈൻ നോമിനേഷനുകൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 15 ഈ വർഷം ജില്ലാ, സംസ്ഥാന, ദേശീയ തലങ്ങളിൽ 3 ഘട്ടങ്ങളിലായി 50 അധ്യാപകരെ തെരഞ്ഞെടുക്കുമെന്ന് മന്ത്രാലയം അറിയിച്ചു. സെപ്റ്റംബർ 5 ന്യൂഡൽഹിയിൽ നടക്കുന്ന അധ്യാപക ദിന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പുരസ്കാരങ്ങൾ സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @ARnews_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര ഇലക്ട്രോണിക്സ് ആന്റ് IT മന്ത്രി അശ്വിനി വൈഷ്ണവ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യും. വിവര കൈമാറ്റം, AI സാങ്കേതിക വിദ്യയിലെ വളർച്ചയിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത തുടങ്ങിയവയാണ് 2 ദിവസത്തെ AI സമ്മേളനത്തിന്റെ പ്രധാന ചർച്ചാ വിഷയം.
ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ്, സ്റ്റാർട്ടപ്പ് ഫിനാൻസിംഗ്, സുരക്ഷിത AI തുടങ്ങിയ മേഖലകൾക്ക് ഉച്ചകോടിയിൽ ഊന്നൽ നൽകും. കേന്ദ്ര സഹമന്ത്രി ജിതിൻ പ്രസാദ് സംബന്ധിക്കും. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 11 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം. ഇന്നത്തെ സമ്മേളനവും ഒഴിവാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 10-നാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. 2024-25 അധ്യയന വർഷത്തെ നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പ് പദ്ധതിയിലേക്ക് യോഗ്യരായ വിദ്യാർത്ഥികൾക്ക് നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴി അപേക്ഷിക്കാം. ഒറ്റത്തവണ രജിസ്ട്രേഷൻ, പുതിയ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷ തുടങ്ങിയവ പോർട്ടലിലൂടെ നടത്താനാകും. ഓഗസ്റ്റ് 31 വരെ അപേക്ഷകൾ സമർപ്പിക്കാം. മുതിർന്ന മാധ്യമപ്രവർത്തകൻ MR സജീഷ് നിര്യാതനായി. 46 വയസ്സായിരുന്നു. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ കാഷ്വൽ ന്യൂസ് എഡിറ്ററായിരുന്നു. ഇന്ത്യ വിഷൻ, കൈരളി, ന്യൂസ് 18 എന്നിവിടങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട്. കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. MR സജീഷിന്റെ വിയോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചനം രേഖപ്പെടുത്തി. സംസ്കാരം ഇന്ന് സ്വദേശമായ വയനാട്ടിൽ നടക്കും. നീതിയും തുല്യതയുമാണ് ജുഡീഷ്യറിയുടെ അടിസ്ഥാന തത്വങ്ങളെന്ന് ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. ഡൽഹിയിലെ കർക്കർഡൂമയിൽ 3 കോടതി മന്ദിരങ്ങളുടെ ശിലാസ്ഥാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു കോടതി മന്ദിരം കേവലം ഇഷ്ടികയും കല്ലും കൊണ്ട് മാത്രമല്ല, മറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകൾക്കും അഭിലാഷങ്ങൾക്കും മുകളിലാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഏകപക്ഷീയമായ തീരുമാനങ്ങളിലൂടെയല്ല, നിയമങ്ങളിലൂടെ ജനങ്ങൾക്ക് ഭരണബോധം നൽകുന്നതിനാണ് കോടതികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയ അഴിമതി കേസിൽ CBI അറസ്റ്റിനെ ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സമർപ്പിച്ച ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്നലെ നോട്ടീസ് അയച്ചു. വിഷയത്തിൽ ഈ മാസം 17-നകം പ്രതികരണം അറിയിക്കാൻ ജസ്റ്റിസ് നീന ബെൻസാൽ കൃഷ്ണയുടെ ബെഞ്ച് കേന്ദ്ര ഏജൻസിയോട് ആവശ്യപ്പെട്ടു. ഈ മാസം 12 വരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് കെജ്രിവാൾ. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷമായി തുടരുന്നു. 28 ജില്ലകളിലായി 11 ലക്ഷത്തിലധികം ജനങ്ങൾ ദുരിതത്തിലാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 3 പേർ കൂടി മരിച്ചതോടെ ആകെ മരണം 38ആയി. 2208 ഗ്രാമങ്ങളെ ബാധിച്ച പ്രളയത്തിൽ 42,000 ഹെക്ടറിലധികം കൃഷിനാശമുണ്ടായി എന്നാണ് കണക്ക്. രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി മന്ത്രിമാരോടും MLAമാരോടും ദുരന്തബാധിത പ്രദേശങ്ങളിൽ തുടരണമെന്നും ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിസ്വ ശർമ്മ നിർദ്ദേശിച്ചു. ബ്രഹ്മപുത്ര, ബരാക് നദികൾ അപകട നിലയ്ക്ക് മുകളിലാണ്. ദേശീയ സംസ്ഥാന ദുരന്ത പ്രതികരണ സേനാംഗങ്ങളെ സ്ഥലത്ത് വിന്യസിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കേരള, തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് രാത്രി വരെ കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയായി നിയമിതനായ ഡിക് ഷൂഫിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആശംസകൾ നേർന്നു. പുനരുപയോഗ ഊർജ്ജം, ജലപരിപാലനം, കൃഷി, പുതിയ സാങ്കേതിക വിദ്യകൾ തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യ നെതർലാൻഡ്സ് സഹകരണം മെച്ചപ്പെടുത്താൻ നെതർലാൻഡ്സ് പ്രധാനമന്ത്രിയുമായി ഒരുമിച്ച് സഹകരിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ബെറിൽ ചുഴലിക്കാറ്റിനെ തുടർന്ന് ബാർബഡോസിൽ കുടുങ്ങിയ T20 ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അംഗങ്ങൾ ഇന്ന് വൈകിട്ടോടെ ഡൽഹിയിൽ എത്തിയേക്കും. തിങ്കളാഴ്ച രാത്രി യാത്ര തിരിക്കേണ്ടിയിരുന്ന ടീമംഗങ്ങൾ ചുഴലിക്കാറ്റിനെ തുടർന്ന് വിമാനത്താവളങ്ങൾ അടച്ചതിനാൽ ബാർബഡോസിൽ തുടരുകയായിരുന്നു. യുവേഫ യൂറോപ്യൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ ഓസ്ട്രിയയെ 2-1 പരാജയപ്പെടുത്തി തുർക്കിയെ ക്വാർട്ടർ ഫൈനലിൽ കടന്നു. 57ാം സെക്കൻഡിൽ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പിലെ തന്നെ ആദ്യ ഗോൾ നേടി മെറിഹ് ദെമറാൽ ചരിത്രം കുറിച്ചു. 59ാം മിനിറ്റിലായിരുന്നു ദെമറാലിന്റെ രണ്ടാം ഗോൾ. മിഖായേൽ ഗ്രെഗോറിച്ച് ആണ് ഓസ്ട്രിയയ്ക്ക് വേണ്ടി ഏക ഗോൾ നേടിയത്. ഞായറാഴ്ച നടക്കുന്ന മത്സരത്തിൽ തുർക്കിയെ നെതർലാൻഡ്സുമായി ഏറ്റുമുട്ടും. 2024 വിംബിൾഡൺ പുരുഷ സിംഗിൾസിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ച് 2ാം റൌണ്ടിൽ പ്രവേശിച്ചു. ആദ്യ റൌണ്ടിൽ ചെക്ക് താരം വിച്ച് കോപ്രിവയെ നേരിട്ടുള്ള സെറ്റുകൾക്ക് ജോക്കോവിച്ച് പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 18ാം ലോക്സഭയിൽ രാഷ്ട്രപതി നടത്തിയ അഭിസംബോധനയിന്മേലുള്ള നന്ദിപ്രമേയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യസഭയിൽ മറുപടി നൽകും. ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ഖസാക്കിസ്ഥാനിലെ അസ്താനയിൽ എത്തി. ഗ്ലോബൽ ഇന്ത്യ AI ഉച്ചകോടിക്ക് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കം. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതചടങ്ങിനിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം 116ആയി. സംഭവത്തിൽ സമഗ്രമായ അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. 15ാം കേരള നിയമസഭയുടെ 11ാം സമ്മേളനം ഈ മാസം 11 വരെയാക്കി വെട്ടിച്ചുരുക്കാൻ കാര്യോപദേശക സമിതി തീരുമാനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.